രാവിലെ മുറിക്കകത്തോട്ട് കയറി ചെന്നപ്പോഴാണ് ഈ ഒരു തട്ടിക്കൂട്ട് സംഭവം ഞാൻ കാണുന്നത്. എൻ്റെ തന്നെ തട്ടിക്കൂട്ടാണ്. ഇതെൻ്റെ പനിയുടെ മരുന്നിൻ്റെ ബോക്സായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സൈഡ് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഒരു സേഫ്റ്റി പിന്നൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചാണ്, ഒരു ബോക്സായിട്ട് ഉണ്ടാക്കി വെച്ചാണ്. പക്ഷേ അതിൻ്റേതായ കുറവുകളൊക്കെ അതിനുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു ഒരു ഐഡിയ തോന്നി. അപ്പം എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ കുറച്ച് കാർഡ്ബോർഡ്സിൻ്റെ ഒക്കെ ബാക്കിയൊക്കെ വെട്ടിയൊക്കെ വെച്ചേക്കുന്നതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ചൊരു പാത്രത്തിലെടുത്ത് വെക്കും. അപ്പം അതിന് എപ്പോഴാവശ്യം വരുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന കാർഡ്ബോർഡ്സിൻ്റെ ബാക്കിയുടെ ഉള്ളിൽ നിന്ന് ഞാൻ കുറച്ച് പേപ്പറുകൾ, എനിക്കിഷ്ടമുള്ള കുറച്ച് പേപ്പറുകൾ ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാൾ ഹാങ്ങിങ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിരിക്കും. ആൻഡ് കാർഡ്ബോർഡ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ബേസായിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ആ ബോക്സ് എടുത്തിരിക്കുന്നത്, ഒരു ബേസ്. അപ്പം ഇനി അതിനൊരു ആകാശമുണ്ട്, കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പം പിന്നെന്താ, നമുക്കൊരു മലയൊക്കെ വേണം. അപ്പം ഞാനിപ്പം വരച്ചുകൊണ്ടിരിക്കുന്നത് മലയാണ് കേട്ടോ. പിന്നെ ക്യാമറ വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് ഇപ്പം ചെറുതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ചാരിയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ട്രൈപോഡിനൊക്കെ ചെറിയൊരു പ്രശ്നം പറ്റുകയും, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെയും വെച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചാരിയാണ് ഒരു സ്ഥലത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രോബ്ലംസ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലൊക്കെ എടുത്ത് പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കാണുമ്പം ഒന്ന് ക്ഷമിച്ച് കളയുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനെ ഓരോരോ പേപ്പറിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്കാൻഡിനേവിയൻ അല്ല, കുറച്ചൊരു യൂറോപ്യൻ ടൈപ്പ് വീടുകളാണ്. നമുക്ക് യൂറോപ്യൻ ആർക്കിടെക്ചറൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ശരിക്കും ത്രികോണം ചതുരമൊക്കെ വെച്ചിട്ടുള്ള അതേപോലത്തെ ആർക്കിടെക്ചറൊക്കെ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഏതോടെ ഒരു ഫോട്ടോ കണ്ടു, ആ ഫോട്ടോ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ വരച്ച മലനിരകൾ ആൽപ്സ് പർവ്വതനിരയാട്ടോ, അതിനി മറക്കണ്ട, അതിന് മാറിപ്പോകുന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ വീടുകൾ ഏകദേശം വരച്ച് സെറ്റായി. അത് കട്ട് ചെയ്യലൊക്കെ ഈ കാർഡ്ബോർഡ് ആയത് കാരണം കുറച്ച് പണിയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മലകളൊക്കെ സെറ്റായി. മലകൾക്കൊക്കെ പലതരം സ്ട്രക്ചറുകളൊക്കെ കൊടുത്താൽ നല്ല സ്ട്രക്ചറല്ല, ഒരു മൾട്ടി മീഡിയം ഒരു ലുക്കൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് മേഘമാണ്. എനിക്കറിയത്തില്ല മേഘം ഇതിലങ്ങ് യോജിക്കുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ആകാശം സെറ്റപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു രസത്തിനൊരു 3D എഫക്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി മേഘം നമുക്ക് ലാസ്റ്റ് നോക്കാം, മേഘം സെറ്റാകുമല്ലോ എന്നുള്ള കാര്യം. എന്തായാലും മേഘം നമ്മൾ വരച്ച് നല്ല കലാപരമായിട്ട് വരച്ച് അതിന് വളരെ ഈ വേസ്റ്റിൽ നിന്ന് മാത്രമേ നമ്മൾ ഈ സാധനം മുഴുവൻ എടുക്കുകയുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഇതിൻ്റെ ഒരു മെയിൻ പ്രൊജക്റ്റാണ്. നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി വേസ്റ്റ് വന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മളെടുത്ത് ആ പഴയ പെട്ടിക്കകത്ത് നമ്മൾ തട്ടും. അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് കളറ് ഇതിന് കൊടുക്കുകയാണ്. ഈ മൾട്ടിമീഡിയ എന്നുള്ളൊരു സെറ്റപ്പൊക്കെ കണ്ട് പരിചയമുള്ളവർക്കറിയാം. കളേഴ്സൊക്കെ ഉപയോഗിച്ച് പലതരത്തിലുള്ള പലതരത്തിലുള്ള സ്ട്രക്ചറുകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള പാറ്റേണുകളൊക്കെ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടി നമ്മൾ കളറ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും കളർ കൊടുത്തു. അപ്പം പല കളറിൽ കാണുന്ന എല്ലാം വീടുകളാണ്. പച്ച കറുപ്പ് കൂടി അടിച്ചേക്കുന്നത് മുഴുവനും മലകളാണ്. പിന്നെ ത്രികോണാകൃതിയിലുള്ള പച്ചയില്ലേ, അത് നമ്മൾ ഒരു ട്രീ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടിയൊരു ട്രീ ആട്ടോ. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ വീടുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, സോറി, എനിക്ക് വാക്കുകൾ കിട്ടണില്ല. അത്രയും മനോഹരമാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്ന വർക്ക്. നോക്കുമ്പോൾ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകൾക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്യണം. ആദ്യം തന്നെ ഏത് കൊച്ചിനും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ജനൽ, വാതിൽ ഒരു കറുത്ത പെയിൻറ്റ് കൊണ്ട് നമ്മൾ അടിച്ചു. അതിനുശേഷം നമ്മൾ അതിന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കണ്ട ആ ഒരു പിക്ചർ, ആ ഒരു വീടിൻ്റെ ഇതിന് ആസ്പദമായിട്ട് നോക്കി റെഫറൻസ് ചെയ്ത ആ ഒരു പിക്ചർ ഞാൻ കാണിച്ചാൽ അതിൻ്റെ അടുത്തുള്ള വീടുകൾക്കൊക്കെ അറിയാം മൊത്തം ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് വരുത്താൻ വേണ്ടിയാണ് ഞാൻ എല്ലാത്തിനും വെള്ള ഔട്ട്ലൈൻ കൊടുത്തു. അപ്പോൾ വെള്ള ഔട്ട്ലൈൻ കൊടുത്ത്
എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ ഈ ബ്രഷിൻ്റെ തലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക, മലയ്ക്കും മേഘത്തിനൊക്കെ പെയിൻ്റ് അടിച്ചു. മേഘം എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അതിന് വലിയ കഥയൊന്നുമില്ല. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ ബേസ്. ആദ്യമേ നമ്മൾ സേഫ്റ്റി പിന്നിൻ്റെ ബോക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്തു. നമ്മൾ പശയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു 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 ആകാശം പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളത് സെറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മലകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു വെച്ചു നോക്കി. അതിന് ശേഷം ഒട്ടിക്കണം, എന്നാലേ അതിൻ്റെ ഏകദേശം ഒരു കണക്കൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ മല വെച്ചു, രണ്ടാമത്തെ മലയും നമ്മൾ സെറ്റ് ചെയ്തു. മൂന്നാമത്തെ മല കുറച്ചും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ വെക്കുന്നതുകൊണ്ട് കാർഡ്ബോർഡ് ആയതുകൊണ്ട് ഒരു 3D എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും കാർഡ്ബോർഡ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് നമ്മുടെ വീടുകൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പം വീടുകൾക്ക് ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി ബാക്കിൽ ഒരു പേപ്പറും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയാൽ അറിയാം, വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ വീഡിയോയും വെച്ച് കൊടുത്തു. ഞാനുണ്ടാക്കുന്ന എൻ്റെ ഗ്രാമത്തിൽ പള്ളിയുണ്ട്, അതിലാരും ക്വസ്റ്റ്യൻ ചെയ്യരുത്, പള്ളി നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വീടുകളും നമ്മൾ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ആകാശത്തിൽ ചെറുതായിട്ടൊന്ന് ചെളിയായിരുന്നു, അപ്പോൾ അത് ഞാനൊന്ന് വെള്ള പെയിൻ്റ് അടിച്ച് നോക്കിയാക്കി. അതിന് ശേഷം അത് കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഉണങ്ങുന്നതിന് മുമ്പായിരുന്നു നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ഇത് നേരത്തെ നിങ്ങൾ കണ്ട നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നൊരു വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ ഗ്ലൂ ഡ്രോപ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വലിച്ചു പൊളിക്കുന്നതാണ്. അത് വളരെ നല്ലൊരു സാധനമാണ്, കാരണം ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ആണ്. സോ അതുകൊണ്ടത് ഒട്ടിച്ചു വെക്കാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാണ്, എൻ്റെ വാളിൽ സെറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ വളരെ എളുപ്പത്തിൽ, വളരെ കുറഞ്ഞ ചിലവിൽ, വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഈ ചാനലിൻ്റെ വീഡിയോസൊക്കെ. പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് വർക്കൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക. സോ എല്ലാവർക്കും ബൈ.